നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യയ്ക്ക് ജീവനെ ഒഴിവാക്കണം, ഹരിക്ക് എന്നെ ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെടും. അതുണ്ടാവാൻ പാടില്ല. എന്റെ ഭാഗ്യത്തെക്കുറിച്ച് ഹരി പറയുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഭാഗ്യം, ആ വാക്കിന്റെ അർത്ഥം പോലും എന്റെ കാര്യത്തിൽ നേരെയാവില്ല. ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് മക്കൾ വിശ്വസിക്കുന്നുണ്ട്. വീണയെ വിശ്വസിപ്പിക്കണം. അവൾ ഇവിടുന്ന് പോയേ പറ്റൂ. പിന്നെ ജീവൻ. എല്ലാ പ്രശ്നങ്ങളും തൽക്കാലം ഒന്ന് ഒഴിവാക്കാൻ 1-2 ദിവസം നിത്യ ഈ താലി ഒന്ന് കഴുത്തിലിട്ടേ പറ്റൂ. ഇല്ല ഹരി, ജീവൻ എന്നും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നെ കൊല്ലാനുള്ള മുഹൂർത്തം അയാൾ എന്നും തെരഞ്ഞിരുന്നത്. തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് ചെന്ന പിന്നെ ഞാനില്ല. എല്ലാം എനിക്കറിയാം. ഒരു പക്ഷെ അയാള് ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ ഞാൻ ഹരിയെ സ്നേഹിക്കുമായിരുന്നു. ഹരിയുടെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ അതിന് വിധിയില്ലല്ലോ. ഹരി എന്നോട് പൊറുക്കണം. ഒരിക്കലും തകർന്നു പോയ നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പരിഹസിച്ചു, ഇല്ലാതാക്കി. അതൊക്കെ വിട്ടുകളാ. നടുകടലിൽ കിടക്കുന്ന 2 പേര് ഈ വെള്ളത്തിന്റെ ആഴത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നിച്ചൊന്ന് നീന്തി നോക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചങ്ങ് മുങ്ങിത്താഴാം. എത്രയോ കാലമായിട്ട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളാ. സങ്കടങ്ങൾ പരസ്പരം പറയുന്നവരാ. ആ ഒരു പരിഗണനയിലെങ്കിലും നിത്യ ഇത് വീണ്ടും അണിയണം. ഈ പ്രശ്നങ്ങളൊന്ന് തീരുന്നതുവരെയെങ്കിലും ഇതെന്റെ ഒരു അപേക്ഷയാ. ഇനി തീരുമാനം നിത്യയുടെയാ. അഭിനയിച്ചു തുടങ്ങിയവരല്ലേ നമ്മള്. ഇനി ഇത് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. തന്നിക്ക.
പരിഹസിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എനിക്കറിയില്ല. ജീവിതം എനിക്ക് വളരെ ഗൗരവമുള്ളതായിരുന്നു. പക്ഷേ എനിക്കിപ്പോ ഈ ജീവിതം വേറൊരു കളിതമാശ പോലെ, വെറും തമാശ. നിത്യയും ഹരിയും കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട്. എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവരൊരു നാടകം കളിക്കുന്നതല്ലേ? നിത്യയ്ക്ക് ജീവനെ ഒഴിവാക്കണം, ഹരിക്ക് എന്നെ ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെടും. അതുണ്ടാവാൻ പാടില്ല. വേണ്ട, ഇവിടെ തന്നെ അകത്ത് കയറിക്കൂടുന്നതാണ് നല്ലത്. പുറത്തേക്കുള്ള വഴി ഇതല്ലല്ലോ. യാത്ര പറഞ്ഞ് ഇറങ്ങിയത് നീ ഇതുവരെ പോയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ടാവാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. പുറത്തു പോയി വേണമെങ്കിൽ എനിക്ക് പോലീസിനോട് പരാതി പറയാം. പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാൻ അകത്തുണ്ടെന്ന് നിങ്ങൾ പോയി പരാതിപ്പെടുന്നത്. കണ്ടുപിടിക്കേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആശം പിടിക്കാനായിട്ട് നമ്മുടെ സർവനാശം കണ്ടിട്ട് അവളിവിടെ നിന്ന് പോകും. ഇനി ഇതിൽ കൂടുതൽ എന്താ നശിക്കാനുള്ളത് അമ്മാവ? അവസാനിക്കുന്നത് അവളുടെ കൈ കൊണ്ടാണെങ്കിൽ അതും ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.